നിറവിലേക്ക് സ്വാഗതം. തിരുവോസ്തിയെ ആരാധിക്കുക എന്നതാണ് ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെയും കാതൽ. വിശുദ്ധ ചാൾസ് ഡി ഫുക്കോൾഡിൻ്റെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ നിറവ് നമുക്ക് ആരംഭിക്കാം. നിയ ജോസ് ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
മാന്യമായ പിണക്കങ്ങളെക്കുറിച്ചാണ് ഷിജി ടീച്ചർ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. നമുക്ക് മറ്റുള്ളവരോടൊക്കെ സോറി എന്ന് പറയാൻ, ഞാൻ ഖേദിക്കുന്നു എന്ന് പറയാൻ പലപ്പോഴും എന്തൊരു മടിയാണ്. ഇനിയും അപരനാണ് നമ്മളോട് തെറ്റ് ചെയ്തതെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. അവനല്ലേ തെറ്റ് ആദ്യം ചെയ്തത്, അല്ലെങ്കിൽ അവനല്ലേ എന്നോട് വഴക്ക് കൂടാൻ വന്നത്, അല്ലെങ്കിൽ അവളല്ലേ എന്നോട് അനാവശ്യം പറഞ്ഞത്, അതുകൊണ്ട് ആദ്യം അവൻ എന്നോട് സോറി ചോദിക്കട്ടെ, അല്ലെങ്കിൽ അവൾ എന്നോട് സോറി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു വാശി പിടിച്ചിരിക്കുന്നവരാകാറില്ലേ നമ്മൾ പലപ്പോഴും? ഒരു മനോഹരമായ കഥയുണ്ട് എറിക് സൈഗളിൻ്റെ ലവ് സ്റ്റോറി എന്ന പേരിൽ. അതിനകത്ത് നമുക്ക് ഒരു ധനാഢ്യപുത്രനായ ഒലിവറിൻ്റെയും പരമദരിദ്രയായ ജെനിഫർ എന്ന പെൺകുട്ടിയുടെയും പ്രണയ കഥ കാണാൻ സാധിക്കും. അവർ തമ്മിൽ നല്ല പ്രണയത്തിലുമാണ്, അതോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ അവർ ജീവിതം തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം അവരോട് കലഹിച്ചത് ഒലിവറിൻ്റെ ധനാഢ്യനായ പിതാവ് തന്നെയാണ്. ഈ രണ്ട് മിഥുനങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയിൽ ആ പ്രതിസന്ധികളൊക്കെ മഞ്ഞുപോലെ ഉരുകി പോവുകയാണ്. എന്തായാലും കൊള്ളാം, കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, വായനക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ജെനിഫർ പെട്ടെന്ന് തന്നെ ഒരു അസുഖം ബാധിച്ച് മരിക്കുകയാണ്. ജെനിഫറിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നമ്മുടെ ഒലിവറിൻ്റെ പിതാവ് ഓടിയെത്തുന്നു. ഓടിയെത്തിയ ഉടനെ തന്നെ അയാൾ മകനോട് പറയുന്നത് ഐ ആം സോറി എന്നാണ്. ഉടനെ തന്നെ ഒലിവർ പ്രതികരിക്കുന്നുണ്ട്, ലവ് മീൻസ് നെവർ ഹാവിങ് ടു സേ യു ആർ സോറി. അതായത് ഞാൻ ഖേദിക്കുന്നു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഇരിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. വാസ്തവത്തിൽ ഈ വാചകം ഒലിവറിൻ്റെ അല്ല, ജെനിഫറിൻ്റേതാണ്. ജെനിഫറിൻ്റെ കയ്യിൽ നിന്ന് അയാൾ കടം എടുത്തതാണ്. ജെനിഫറിൻ്റെ മരണശേഷം ഈ ഒരു വാചകം അയാളെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയാണ്. അതായത് മറ്റൊരാളുടെ ഖേദപ്രകടനം നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഇടയാക്കരുത്. ആ ഒരു തരത്തിൽ അവരെ നാം സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് സാരം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ തെറ്റുകൾ ചെയ്താൽ നമ്മൾ സോറി ചോദിക്കാൻ മടിക്കും. അപരനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഒട്ടുമേ ഇല്ല, ഇങ്ങോട്ട് വരട്ടെ, എന്നോട് സോറി ചോദിക്കട്ടെ എന്ന്. മറ്റൊരാളുടെ ഖേദപ്രകടനം ഇല്ലാതെ തന്നെ അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നതിലും അമൂല്യമായിട്ട്, മഹത്വരമായിട്ട് മറ്റെന്താണുള്ളത്? ഇങ്ങനെയൊക്കെ കൂടെ നാം ഇടയ്ക്കൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? ചില വീടുകളിൽ ഏറ്റവും അടുത്തുള്ളവർ തമ്മിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിലൊക്കെ കലഹങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കും. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ തുടങ്ങുന്ന കലഹങ്ങൾ അങ്ങനെ നീണ്ട് ഗൗരവമുള്ള പിണക്കങ്ങളിലേക്ക് വഴിമാറുന്നതായും കണ്ടിട്ടുണ്ട്. വ്യത്യസ്തരായ വ്യക്തികൾ അല്ലെങ്കിൽ വ്യത്യസ്തരായ വ്യക്തിത്വങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കലഹങ്ങൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാവും. പക്ഷെ എല്ലാ പിണക്കങ്ങളുടെയും ഇടയിൽ മാന്യതയുടെ ഒരു നേർത്ത വരയുണ്ട്, അല്ലെങ്കിൽ ധാർമ്മികതയുടെ ഒരു നേർത്ത വരയുണ്ട്. അതില്ലാതാക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിച്ചുകൂടാ. ആ വര ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ആ മാന്യതയുടെ നേർത്ത വര മാഞ്ഞു പോകുമ്പോൾ, അതിനെ നമ്മൾ മാനിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ പിണക്കം കണ്ട് അങ്ങേയറ്റം വിഷമിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ വിള്ളലുകൾ വലുതായിരിക്കും. ഇങ്ങനെയുള്ള വരകൾ മാഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന, അല്ലെങ്കിൽ കലഹങ്ങൾ ഗൗരവമാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന ചില വിള്ളലുകളുണ്ടല്ലോ, അത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണക്കങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ പിണക്കങ്ങളുടെ ഇടയിലുള്ള മാന്യതയുടെ വരയുണ്ടല്ലോ, അതൊരിക്കലും മാഞ്ഞു പോകാൻ നാം ഇടയാക്കരുത്. നമ്മുടെ കൂടെയുള്ള വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ മാതാപിതാക്കളാവാം, ചിലപ്പോൾ സഹോദരങ്ങളാവാം, അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിയാവാം. അവരൊക്കെ ചിലപ്പോൾ നമ്മളോട് അകാരണമായി ദേഷ്യപ്പെടുന്നതായി നമുക്ക് തോന്നാറില്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് ഇത്രയേറെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന പരിഗണനയും അല്ലെങ്കിൽ കരുതലും അവർക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ട് അവർ അത് നമ്മളോട് ആവശ്യപ്പെടുന്നതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഈ ദേഷ്യപ്പെടൽ. അങ്ങനെ ദേഷ്യപ്പെടൽ കണ്ടു കഴിയുമ്പോൾ നാം അവരെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ, അവർക്ക് കുറച്ചുകൂടി പരിഗണന നൽകി നോക്കൂ, കുറെ കൂടെ കരുതലും പിന്തുണയും നൽകി നോക്കൂ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കൂ.
അവരുടെ ദേഷ്യം അലിഞ്ഞ് ഇല്ലാതാവുന്നതായി കാണാം. അതായത് നമ്മളോട് സ്നേഹം യാചിക്കുന്നതിൻ്റെ മറ്റൊരു രൂപമായിട്ട് തന്നെ അവരുടെ ഈ അകാരണമായിട്ടുള്ള കോപത്തെ നാം കണ്ടേ തീരൂ. ക്ഷമയുടെ പാഠങ്ങൾ കണ്ടുവേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ. നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ക്ഷമയില്ല എന്ന് നാം പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ പിന്നെ നാം ഒന്ന് ആത്മപരിശോധന ചെയ്യണം. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ക്ഷമയുടെയും അനുതാപത്തിൻ്റെതുമായ പാഠങ്ങൾ കണ്ടാണോ വളർന്നു വരുന്നതെന്ന്. കുട്ടികളോട് നാം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ കർശനമായി പറയാറുണ്ട്. പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് നമ്മളിൽ എത്ര പേരാണ് കാണിച്ചു കൊടുക്കാറുള്ളത്? അതായത് നല്ല മാതൃകകൾ കണ്ടു വളരാൻ നമ്മൾ കുഞ്ഞുങ്ങളെ അനുവദിക്കാറുണ്ടോ? കാർക്കശ്യത്തിൻ്റെ വടി എറിയാതെ അല്ലെങ്കിൽ ആ വടി വീശാതെ മാതൃകകൾ കണ്ടു വളരാനായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് അവസരങ്ങൾ നൽകേണ്ടത്. അങ്ങനെ അവർ കണ്ടു വളരട്ടെ. ക്ഷമയുടെയും അനുതാപത്തിൻ്റെയും സഹാനുഭൂതിയുടേതുമായ പാഠങ്ങൾ കുട്ടികളുടെ മുൻപിൽ നമുക്ക് ധാരാളമായി നൽകാൻ സാധിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അവരും വളരും ക്ഷമയുള്ളവരായി, സഹാനുഭൂതിയുള്ളവരായി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായി, അല്ലെങ്കിൽ നിരാശയിൽ കഴിയുന്നവരെ ചേർത്ത് പിടിക്കുന്നവരായി ഒക്കെ. പഴയൊരു കഥ കേട്ടിട്ടില്ലേ? 2 സുഹൃത്തുക്കൾ തമ്മിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഒരു വാക്കേറ്റം ഉണ്ടായപ്പോൾ ഒരാളുടെ ചെകിട്ടത്ത് ആഞ്ഞടിക്കുകയാണ്. ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അടി അല്പം കാഠിന്യമുള്ളതായിരുന്നു. അടിയേറ്റവന് വല്ലാത്ത മനക്ഷോഭമുണ്ടായി, പ്രയാസമുണ്ടായി. അവൻ കരയുന്ന കണ്ണുകളോടെ നിലത്ത് കുത്തിയിരുന്നു. ആ പൂഴി മണലിൽ അവൻ എഴുതിയിട്ടു, ഇന്നെൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ അടിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവർ മനസ്സൊന്ന് ശാന്തമായപ്പോൾ യാത്ര തുടരുകയാണ്. മരുഭൂമിയുടെ ഏതാണ്ട് അവസാന ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു പാറക്കെട്ടും കുറച്ച് ചെളി നിറഞ്ഞ ഒരു ജലാശയവും ഒക്കെ കാണുകയാണ്. അവിടെ ഒന്നിറങ്ങി കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകാമെന്നോർത്തിട്ട് സുഹൃത്തുക്കളിൽ ഒരാൾ ഇറങ്ങുന്നു. പക്ഷേ ചെളി നിറഞ്ഞതിൻ്റെ അപകടം അറിയാതിരുന്നത് കൊണ്ട് തന്നെ അല്പം കൂടെ കാൽ മുൻപോട്ട് വെച്ചപ്പോൾ അവൻ ചെളിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ്റെ സുഹൃത്ത് ചാടി വന്ന് കൈകൊണ്ട് പിടിച്ച് ബലമായി വലിച്ചവനെ കരയിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി. അപ്പോൾ രക്ഷപ്പെടുത്തിയ സുഹൃത്ത്, അതായത് ആ മുങ്ങി താഴാൻ പോയ സുഹൃത്തുണ്ടല്ലോ, അവൻ കയറി വന്നിട്ട് അവിടെ ആ പാറക്കെട്ടിൽ തന്നെ ഒരു വലിയ കൂർത്ത കല്ലെടുത്തിട്ട് കോറിയിടുകയാണ്. ഇന്നെൻ്റെ ആത്മാർത്ഥ സുഹൃത്തെന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. ആദ്യം അടിയേറ്റതും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയതും ഒരേ ആൾ തന്നെയായിരുന്നു. ഇത് രണ്ടും കൃത്യമായി നിരീക്ഷിച്ചിരുന്ന അപരൻ ഇവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ആദ്യം ഞാൻ നിന്നെ അടിച്ചപ്പോൾ പൂഴിമണലിൽ എഴുതിയിട്ടു, ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ പാറയിൽ കല്ലുകൊണ്ട് തന്നെ, കൂർത്ത കല്ലുകൊണ്ട് തന്നെ അമർത്തി കോറിയിട്ടു? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഉടനെ തന്നെ ഈ അടിയേറ്റവനും അല്ലെങ്കിൽ ഈ കോറിയിട്ടവനുമായ സുഹൃത്ത് പറയുകയാണ്, ആദ്യം നീ എന്നെ അടിച്ചപ്പോൾ പൂഴിമണലിലല്ലേ എഴുതിയിട്ടത്, അത് ഒരു കാറ്റ് വരുമ്പോൾ ആ മണൽ മാറിപ്പോയിക്കോളും, അതങ്ങ് മാഞ്ഞു പോയിക്കോളും. ഇതിപ്പോൾ നീ എനിക്ക് തന്ന വലിയൊരു ഉപകാരമാണ്, നീ എൻ്റെ ജീവനെയാണ് രക്ഷിച്ചത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അത് ആഞ്ഞ് തറഞ്ഞു കിടക്കണം, ഒരിക്കലും മായാത്ത വിധത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ എഴുതിയിട്ടത്. ഒരു വലിയ സന്ദേശമല്ലേ നമുക്ക് കിട്ടുന്നത്? അതായത് മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മെ വേദനിപ്പിക്കുന്ന ചില പ്രവൃത്തികൾ, പറയുന്ന ചില വാക്കുകൾ, ഇതൊക്കെ നമുക്ക് പൂഴിമണലിൽ എഴുതിയിടാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ ഇളങ്കാറ്റ് വരുമ്പോൾ അത് മാഞ്ഞു പൊയ്ക്കോളും. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കേണ്ട കാര്യം പോലും ഇല്ല. അതേസമയം മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുന്ന ചില ഉപകാരങ്ങളുണ്ടല്ലോ, ചില ജീവിതത്തെ തന്നെ നമ്മെ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുക തന്നെ വേണം, ഒരിക്കലും മായാത്ത വിധത്തിൽ. നമ്മുടെ ചുറ്റുമുള്ളവർ, സഹോദരങ്ങളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ബന്ധുക്കളാവട്ടെ, ജീവിത പങ്കാളിയാവട്ടെ, നമുക്ക് തരുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ വേദന നിറഞ്ഞതായിരിക്കും. നമ്മുടെ ചുറ്റും പൂഴിമണലുമുണ്ട്, പാറക്കെട്ടുമുണ്ട്. ഇതിൽ എവിടെ എഴുതിയാണ് ഈ അനുഭവങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമുക്ക് വിവേകപൂർവം അത് തീരുമാനിക്കാൻ സാധിക്കണം. ചുറ്റുമുള്ളവരുടെ കുറവുകളെ അതോടെ തന്നെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം.
കുറവുകളില്ലാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ. നമുക്കും കുറവുകളില്ലേ? നമ്മുടെ കുറവുകളോടെ തന്നെ നമ്മളെ ഉൾക്കൊള്ളുന്നവരല്ലേ നമ്മുടെ കൂടെ ഉള്ളവർ. അതുകൊണ്ട് തന്നെ കുറവുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അങ്ങനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് ദൃഢമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും സാധിക്കുന്നത്. മറ്റൊന്നുള്ളത്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോടും നമ്മളെ വേദനിപ്പിക്കുന്നവരോടും ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത പക തോന്നും, അരിശം തോന്നും, അവരോട് വെറുപ്പ് തോന്നും. അവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കണമേ എന്ന് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുക പോലും ചെയ്യും. ഞാൻ പറയും, അങ്ങനെയുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ തോന്നിയാൽ പോലും അല്പം കഴിയുമ്പോൾ നമുക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കണം. അതല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, അവരോടുള്ള വൈരാഗ്യം നാം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ സ്വസ്ഥതയാണ് ഇല്ലാതാകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെയാണ് അത് ബാധിക്കുന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം, നമ്മുടെ മനസ്സിൻ്റെ ഭാവം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നാം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വൈരാഗ്യവും പകയും വിദ്വേഷവും ഒക്കെ എത്ര മനസ്സിൽ തോന്നിയാലും നമ്മളെ കൊണ്ട് സാധിക്കും വിധം എളുപ്പത്തിൽ അതിനെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ തന്നെ ശ്രമിക്കണം. അത് എത്ര കൂടുതൽ നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നുവോ അത്രയേറെ നമ്മുടെ അസ്വസ്ഥത കൂടുകയാണ് ചെയ്യുന്നത്, മനസ്സിൻ്റെ ഭാരം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് പിടിക്കുന്നത് പോലെയാണ് അത്. എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നമ്മൾ ആദ്യത്തെ കുറച്ചു നേരം പിടിക്കുമ്പോൾ നമുക്ക് വലിയൊരു വിഷമം തോന്നുന്നില്ല. ചെറിയ ഗ്ലാസ് അല്ലേ, അല്പം വെള്ളമല്ലേ. അത് ഉയർത്തി കുറേ നേരം പിടിച്ചു കഴിയുമ്പോൾ, ഏതാണ്ട് ഒരു 15 മിനിറ്റ് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെറിയ അസ്വസ്ഥതയൊക്കെ തോന്നും, കൈക്കൊരു കഴപ്പൊക്കെ പോലെ തോന്നും. ഇനിയും നമ്മൾ ഈ ഗ്ലാസും വെള്ളവും ഒരു അരമണിക്കൂറോളം ഒന്ന് ഉയർത്തിപ്പിടിച്ചു കഴിയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ കൈ നന്നായി വേദനിക്കും. എങ്ങനെയെങ്കിലും ഈ വെള്ളവും ഗ്ലാസും ഒന്ന് താഴെ വെച്ചാൽ മതി എന്ന് നമുക്ക് തോന്നി തുടങ്ങിയില്ലേ? അതുപോലെ തന്നെ ഉള്ളിൽ പകയും വിദ്വേഷവും എത്ര നേരം കൂടുതൽ സൂക്ഷിക്കുന്നോ അത്രയേറെ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥത കൂടും, മനസ്സിൻ്റെ ഭാരം കൂടും. അതോടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവും. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റേതായ പൂർണ്ണതയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്തിനാണ് മറ്റുള്ളവർ നമ്മെ നിയന്ത്രിക്കാൻ നാം അവരെ അനുവദിക്കുന്നത്? നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാം. നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാവട്ടെ. നമ്മുടെ പ്രവൃത്തികൾ എന്തായിരിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. പോസിറ്റീവ് വൈബ്സിൽ പതിവ് പോലെ നിഷ ചേച്ചി റെഡിയാണ്. കാണാം പുതിയ കഥയും അതിലെ ദൈവചിന്തയും. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമ അതിർത്തിയിൽ ജീവിച്ചിരുന്ന സ്ത്രീ തൻ്റെ വീടിനടുത്ത് ഒരു ബെഞ്ചിൽ 3 വൃദ്ധർ ഇരിക്കുന്നത് കണ്ടു. അവരെ സമീപിച്ച് അവർ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായി. 3 വൃദ്ധരിൽ ഒരാൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് വീട്ടിലുണ്ടോ? അവർ പറഞ്ഞു, ഭർത്താവ് ഇപ്പോൾ വീട്ടിലില്ല, അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയില്ല. ആ സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചുപോയി. വൈകുന്നേരം അവരുടെ ഭർത്താവ് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ഈ വൃദ്ധരെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുകയും അവരെ കൂട്ടിക്കൊണ്ടുവരാനായി ഭർത്താവ് ഭാര്യയെ വീണ്ടും പറഞ്ഞയക്കുകയും ചെയ്തു. ആ സ്ത്രീ വൃദ്ധരുടെ അടുത്ത് ചെന്ന് വീണ്ടും ക്ഷണിച്ചു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് വീട്ടിലുണ്ട്, അദ്ദേഹം ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായി നിങ്ങളെ ക്ഷണിക്കുന്നു. വൃദ്ധരിൽ ഒരാൾ വീണ്ടും അവരോട് പറഞ്ഞു, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഒരു വീട്ടിൽ പ്രവേശിക്കില്ല. ഇതിൽ ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്നാമനെ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് കുന്നുകൂടും. രണ്ടാമത്തെ വ്യക്തിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഇനി എന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്നേഹം നിറയും. ആരെയാണ് നിങ്ങൾക്ക് ക്ഷണിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇത് കേട്ട് ആശയക്കുഴപ്പത്തോടെ ആ സ്ത്രീ തിരികെ മടങ്ങി. വീട്ടിൽ ചെന്ന്
ഭർത്താവിനോട് ഇക്കാര്യം പങ്കുവച്ചു. ഭർത്താവ് ഉടനെ പറഞ്ഞു, നമുക്ക് സമ്പത്ത് നൽകുന്ന വൃദ്ധനെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സമ്പന്നരാകുമല്ലോ. സ്ത്രീ മറുപടി പറഞ്ഞു, അത് വേണ്ട, നമുക്ക് വിജയം തരുന്ന വൃദ്ധനെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് വിജയികളാകാമല്ലോ. ഇത് കേട്ടുകൊണ്ടിരുന്ന അവരുടെ മരുമകൾ ഇതിനെ എതിർത്തു. അവൾ പറഞ്ഞു, നമുക്ക് വേണ്ടത് സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് മറ്റെല്ലാം ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ഏറെ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തെ ക്ഷണിക്കാം. ഇതിനോട് ഭർത്താവും ഭാര്യയും യോജിച്ചു. ഭാര്യ വീണ്ടും പുറത്തേക്ക് പോയി സ്നേഹത്തിൻ്റെ വൃദ്ധനെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. സ്നേഹം ആ സ്ത്രീയോടൊപ്പം വീട്ടിലേക്ക് നടന്നു തുടങ്ങി. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൂടെ മറ്റു 2 വൃദ്ധന്മാരും. ജീവിതത്തിൻ്റെ പ്രയോറിറ്റിയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത്. ജീവിതത്തിൽ എങ്ങനെ വിജയം നേടാം, എങ്ങനെ സമ്പന്നരാകാം, കോടീശ്വരരാകാം എന്നൊക്കെ പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന അനേകം പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള കോച്ചിങ്ങുകളുടെയൊക്കെ പരസ്യങ്ങൾ കാണാറുണ്ട്. എന്നാൽ എങ്ങനെ നന്നായി സ്നേഹിക്കാം എന്ന് പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ എവിടെയെങ്കിലും കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായേ നമ്മളത് കാണുകയുള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനം സ്നേഹമാണ്. അത് ഉള്ളിടത്ത് മാത്രമേ മറ്റ് 2 കാര്യങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ടാണെങ്കിലും വിജയങ്ങൾ കൊണ്ടാണെങ്കിലും പ്രയോജനമുള്ളൂ. സ്നേഹം നഷ്ടമാകുന്നിടത്ത് വിജയങ്ങളും സമ്പത്തും എല്ലാം അപ്രസക്തമാകുന്നു. അതിന് തെളിവാണ് പ്രശസ്തിയുടെയും സമ്പന്നതയുടെയും കൊടുമുടിയിലിരുന്ന അനേകർ നമുക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്യുന്നത്. തിരുവോസ്തിയെ ആരാധിക്കുക എന്നതാണ് ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെയും കാതൽ. വിശുദ്ധ ചാൾസ് ഡി ഫുക്കോൾഡിൻ്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ ഗാനങ്ങളും ചിന്തകളുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.